അനിൽ തോമസിന്റെ മിന്നാമിനുങ്ങ് എന്ന ചിത്രമാണ് സുരഭിയെ ദേശീയ അവാർഡിന് അർഹയാക്കിയത്. പക്ഷേ അതിനു മുമ്പേ തന്നെ സുരഭി സുപരിചിതയാണ് മീഡിയ വണ്ണിലെ തന്നെ MAT മൂസ എന്ന പരിപാടിയിലൂടെ. ഏതായാലും ഇപ്പോൾ പാത്തുവും മൂസക്കയും കൂടി വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. അത് കാണാം. അല്ല പാത്തോ, എന്താ കഥ? ഞമ്മളിപ്പോ എന്താ കേക്കണത്? അന്റെ തലയിലത്തെ ചക്ക വീണിക്കണോ? ചക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ചക്ക എങ്ങാനാ വീണേ? ദേശീയ ചക്കല്ലേ വീണേ? എന്ത് പറയണ് പാത്തു? നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ രണ്ടാളും ഇന്നലെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല. കരിപ്പൂർ വിമാനത്താവളത്തില് നമ്മള് സലാലക്കുള്ള ഫ്ലൈറ്റ് കാത്തിരിക്കുമ്പോ ഞാൻ അറിഞ്ഞില്ല നമ്മളെ കൂടെ ഒരു ദേശീയ നടിയാണ് കുത്തിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞില്ല നമ്മളൊരു കടല് കടന്ന ദേശീയ നടിയാവുന്നു. അപ്പോൾ 7ാം കടല് കടന്ന് ഇവിടെ രാവിലെ 9 മണിയായി എത്തിയപ്പോഴത്തേക്കും ദേശീയ അവാർഡ് കിട്ടിയതിന്റെ കൺഗ്രാജുലേഷനും കൊണ്ടാണ് ഇവിടെ പിന്നെ തണൽ സലാലേന്റെ സംഘാടകർ വന്നെ ഇതാക്കിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത്, ഇവളൊക്കെ വിചാരിച്ചത് സ്റ്റേറ്റ് അവാർഡിന്റെ ആണെന്ന് ഞാനും വിനോദേട്ടനും വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. താങ്ക് യു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചു നിന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചക്ക വീണ പോലെ തന്നെയാണ്. സ്റ്റെക്കായിപ്പോയി ബോഡി. എന്തെങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അവര് കൺഫർമേഷൻ തന്നതിന് ശേഷം നമുക്കൊരു ഇതായത്. അപ്പൊ ഞാൻ അവിടുന്ന് കരഞ്ഞപ്പോ അവിടുന്ന് അറബികളൊക്കെ വന്ന് ചോദിച്ച് എന്താ അവര് കരയുന്നത്. അപ്പോ മൂസക്കായി അറിയാവുന്ന അറബിയൊക്കെ വെച്ച് ഓലോട് പറഞ്ഞ് വെളിച്ച കെട്ടിയോളാണ്, നാട്ടിലവർക്ക് വലിയ അവാർഡും ഒക്കെ കിട്ടിയിട്ട് വന്നതിന്റെ ആനന്ദാശ്രുക്കളാണ് നമ്മളെ സലാലയിലേക്ക് ഒഴിക്കുന്നത്. അത് പറഞ്ഞപ്പോ അറബി സൂന്ന് പറഞ്ഞു. മീഡിയ വണ്ണിലെ പ്രേക്ഷകരോട് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടോ, ഓലോടല്ലേ നമുക്ക് പറയാനുള്ളത്. നമ്മളെ പാത്തും മൂസയാക്കി ലോകം മുഴുവൻ പരിചയപ്പെടുത്തിയത് മീഡിയ വണ്ണാണ്. അതിന്റെ കാരണക്കാരൻ പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ഷാജി അസീസും സജീഷ് ഏട്ടനും ഷിബു ചക്രവർത്തി സാറും അടങ്ങുന്ന മീഡിയ വണ്ണിന്റെ ഒരു ഗ്യാങ് ടീമാണ്. അപ്പോ പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പേരുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മിന്നാമിനുങ്ങ് വന്നപ്പോ വീണ്ടും സുരഭി ലക്ഷ്മി സുരഭിക്ക് എന്ന് പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ മൂസയും പാത്തും ഞങ്ങൾ എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നത് പാത്തു ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് അല്ലാണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. അങ്ങനെ ഞാൻ പോയാൽ ചോദിക്കും മൂസക്കായി വന്നില്ലേ, മൂസക്കായി പോയാൽ ചോദിക്കും പാത്തു വന്നില്ലേ. അങ്ങനെയുള്ള അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ള 2 കഥാപാത്രങ്ങളാക്കിയത് അല്ലേ. നമ്മള് മൂസയും പാത്തു അതിന് ശേഷം കടല് കടന്ന് നമ്മൾ എത്രാമത്തെ വരവാന്നറിയാം? അല്ലാ, ഒരു 30ന്റെ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഞാൻ എണ്ണീക്കണേ 34ാമത്തെ വരവാണ്. ചെയ്താൽ കിട്ടും. മീഡിയ വണ്ണിനോടുള്ള നമ്മളെ നന്ദി ഈ അവസരം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. കാരണം 350 എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് മൂസയും പാത്തും MAT മൂസ എന്ന് പറഞ്ഞ പരിപാടി. ഇത്രയും ജനകീയമായ പരിപാടി. കാരണം ഇങ്ങനെ ഒരു സാധാരണക്കാരന്റെ ജീവിതം, ഒരു മീൻകാരന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പിന്നെ പരമ്പരയിലൂടെ ജനങ്ങളുടെ മുന്നിലെത്തുന്ന ആദ്യമായിട്ടാണ്. അത് ജനങ്ങൾ 2 കൈ നീട്ടിയാണ്ട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് യാതൊരു പബ്ലിസിറ്റിയും മീഡിയ വൺ ഒരു ഹോൾഡിംഗ് പോലും വെച്ചിട്ടില്ല. അവരുടെ പത്രത്തില് മാത്രം ചെറിയത് വല്ലപ്പോഴും ബാക്കിയൊക്കെ ജനങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ഈ പരിപാടിയുടെ. പിന്നെ വാട്സാപ്പും ഗീഡ്സാപ്പും ഫേസ്ബുക്കും എല്ലാ ബുക്കിലൂടെയുള്ള ആളുകളുടെ ഒരു ഏറ്റെടുക്കല്. അത് കാരണം ഞങ്ങൾക്ക് നാട്ടിൽ തിരക്കുള്ള 2 ആളുകളായിട്ട് മാറി. അപ്പം അതിൽ നിന്ന് നമുക്കിപ്പം ഞങ്ങൾക്ക് പിന്നെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത്, വരുന്ന സിനിമകൾ മുഴുവൻ മുസ്ലിം കഥാപാത്രങ്ങള്. ഞങ്ങളെ തട്ടിട്ടല്ലാതെ ആളുകൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വിഷമായി. കാരണം ഇതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിരിക്കും ആഗ്രഹം ഉണ്ടാകുക. അപ്പം ആ ഒരു തരത്തിൽ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് എനിക്ക് മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ വീണ് കിട്ടുന്നത്. അപ്പോൾ വിനോദേട്ടനും പിന്നെ എൻ്റെ മറ്റു 2 സുഹൃത്തുക്കളെല്ലാം ഈ പരിപാടി കണ്ടിരിക്കുന്ന മലയാള സിനിമയുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും ഒരു പാഠാട്ടോ. കാരണം ഞങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളെ പറ്റുള്ളൂ, പാത്തുവിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പാത്തു ഇപ്പം മിന്നാമിനുങ്ങിൽ ഒരു തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് അഭിനയിച്ചതിനാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പാത്തുവിന്റെ വലിപ്പം നമ്മളിവിടെ ഒന്നുമല്ല. പാത്തു ഇപ്പോൾ MAT മൂസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സീരിയലിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷമാണ് പാത്തുവിലേക്കുള്ള ഈ പ്രവേശം. ഇപ്പം പാത്തു വീണ്ടും മാറി. പാത്തുവിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാനുണ്ട് പാത്തുവിനെ കുറിച്ച്. പാത്തു എന്നൊരാളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. എവിടെ മുതലാണ് കലയിലേക്ക് ശരിക്കും അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തത്?
അത് കാലടിയിൽ എത്തിയപ്പോഴാണ് അങ്ങനെ വന്നത്. ചെറുപ്പം മുതൽ കാലടിയിൽ എന്തിനെത്തിയെന്ന് ഒരു ചോദ്യം ഉണ്ടാവും, മറുപടി ചെറുപ്പം മുതൽ ഇങ്ങോട്ട് വെറ്റ മൂസക്ക നിങ്ങൾ തോക്കിൽക്ക് വേറെ വെടിയൊക്കെ ഇല്ലേ പറഞ്ഞോട്. അതായത് ചെറിയ സമയത്ത് തന്നെ നമ്മളെ നാട്ടിലുള്ള നരിക്കുനി സ്കൂളിലും അതുപോലത്തെ അവിടുത്തെ ക്ലബ്ബുകളും പിന്നെ നമ്മളെ കല്യാണ വീട്ടിലൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ രാത്രി ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിലൊക്കെ നമ്മള് ഡാൻസ് കളിക്കും, ക്ലബിന്റെ പ്രോഗ്രാം അങ്ങനെയൊക്കെ. ഇനിയിപ്പോ നാളെ മുതൽ എന്റെ കൂടെ ഞാൻ ദേശീയ അംഗീകാരം കിട്ടിയ നടിയാണ്, എന്റെ കൂടെ വിനോദ് കൗർ ഒന്ന് അഭിനയിച്ചാൽ പോരാ, നടിക്ക് ഇനി നമ്മളെ അവാർഡ് കിട്ടിയ അക്ഷയകുമാർ വേണമെന്നൊക്കെ പറയുമോ? എന്തിനാ അക്ഷയകുമാർ? നിങ്ങൾ മീസിയായിട്ട് പഠിച്ചാ പോരെ, കറക്റ്റ് അക്ഷയകുമാർ അല്ലേ? നമ്മക്ക് ഈ അക്ഷയകുമാർ മതി മക്കളോ, ഹിന്ദി ഒന്നും നമ്മളെ കൊണ്ടാവില്ല. കഥ പോരട്ടെ. അങ്ങനെ ചാലക്കുടിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ കാലടിയിൽ പിന്നെ BA ഭരതനാട്യത്തിന് ചേർന്നു. അവിടുന്ന് പിന്നെ 1ാം റാങ്കോട് കൂടിയിട്ട് പാസ്സായി. അന്ന് 1ാം റാങ്കോട് കൂടിയിട്ട് ഭരതനാട്യം കളിച്ച് കാണിച്ചോ. ഇപ്പൊ ഞാൻ എന്റെ ടച്ച് വിട്ട് അത് കഴിഞ്ഞ് അപ്പൊ ആ സമയത്ത് അവിടെ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ നമ്മുടെ ആദ്യ കേരള തിയേറ്ററിനെ കുറിച്ചും പിന്നെ ഷേക്സ്പിയർ, ബ്രത്ത് എന്നൊക്കെ തുടങ്ങിയ വലിയ വലിയ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ സ്റ്റാൻസ്ലോവിസ്കി എന്നൊക്കെ കേൾക്കുന്നത് തന്നെ അവിടെ ചെന്നിട്ട്. അപ്പൊ സുരഭി ലക്ഷ്മി എന്ന കലാകാരിക്ക് ഈ കലാരംഗത്ത് ഒരുപാട് വളമിട്ട് കൊടുത്ത ഒരു മണ്ണാണ് കാലടി മണ്ണ്. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയും അവിടുത്തെ നാടകത്തിലെയും അതുപോലെ ഡാൻസിലെയും ഉള്ള അധ്യാപകൻ. ഈ നാടകത്തിൽ ആദ്യത്തെ അംഗീകാരം എപ്പോഴാണ്? അത് അവിടെ അന്ന് ഗസ്റ്റ് ആയിരുന്ന വിനോദ് കുമാർ വളാഞ്ചേരി, അതും നിങ്ങളെ പേരിൽ തന്നെ വിനോദ് കുമാർ വളാഞ്ചേരി സംവിധാനം ചെയ്ത യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന് പറഞ്ഞ നാടകത്തിന് ഈ നാടകം കണ്ടിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആ നാടകത്തില് പിന്നെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. ഈ കൊല്ലവും കിട്ടി വിനോദ് മാഷിന്റെ ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്. അതായിരുന്നു ഈ വർഷത്തെ ഫസ്റ്റ് കന്നി. ഈ 2 അവാർഡ് കിട്ടിയപ്പോഴും സുരഭി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ മയ്യത്തായാല് വെടിപൊട്ടിക്കാൻ ആള് വരൂലേ? ആകാശത്തേക്ക് 3 റൗണ്ട് വെടി വെക്കുന്നത്. ഇപ്പൊ ദേശീയ അംഗീകാരം കിട്ടിയപ്പോ ഇനി കേരളത്തിൽ നിന്നല്ല ഡൽഹിയിൽ നിന്ന് വരും വെടി. അതെ, പട്ടാളക്കാര് വന്ന് ദേശീയ പതാക പൊതിപ്പിക്കൂ. ദേശീയ പതാക എപ്പോഴും ഉണ്ടാക്കി വെക്കണം. അതല്ല, അത് പറഞ്ഞപ്പോ എന്റെ അമ്മ ചോദിച്ചു, ഞാൻ അമ്മ പിന്നെ മറ്റേ ആചാരപടി പൊട്ടുട്ടോ. അയ്യോ അത് കണക്കിയോ അല്ലല്ലോ. അതായത് അതിനു മുമ്പ് അമ്മ മരിക്കുന്നതിന് മുന്നേ ഞാൻ മരിക്കണമെന്ന്. അപ്പൊ ഞാനാ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, എന്നാ ഒരു കാര്യം 2 നോലോട് നേരത്തെ വന്ന് പൊട്ടിക്കാൻ പറഞ്ഞു, 1 ഈ മരിച്ചിട്ട് പൊട്ടിച്ചു. എന്തായാലും ഇത് മുമ്പൊക്കെ 2 കാണാനാവില്ലല്ലോ. മൊത്തം കേരളത്തിലെ പ്രേക്ഷകർ സുരഭി ലക്ഷ്മി അറിയാൻ തുടങ്ങിയത് അമൃത ടിവിയിലെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്. ബെസ്റ്റ് ആക്ടർ അതിൽ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ജയരാജ് സാറിന്റെ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിൽ. അത് യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് കണ്ടിട്ട് ജയരാജ് സാറിന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ടാണ് ആ സിനിമയിൽ ഞാൻ ഫസ്റ്റ് എത്തുന്നത്. അത് കഴിഞ്ഞ് അമൃത ടിവിയിലെ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ, അന്ന് ഞാൻ കാലടിയിൽ പഠിക്കുകയാണ്. അപ്പം അതിൽ 1ാം സമ്മാനം കിട്ടിയപ്പോൾ വീണ്ടും ജയരാജ് സാർ എന്നെ ഗുൽമോഹർ എന്ന സിനിമയിൽ വിളിച്ചു. അതിൽ എൻ്റെ കൂടെ രഞ്ജിത്ത് സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പോൾ രഞ്ജിത്ത് സാർ എന്നെ തിരക്കഥയിലേക്ക് വിളിച്ചു. അങ്ങനെ 10-45ഓളം സിനിമയിൽ കുട്ടി വേഷങ്ങൾ ഇങ്ങനെ ചെയ്ത് സംവിധായകരുടെ കൂടെയാണ് എല്ലാവരും. പിന്നെ ലാൽജോസ് സാറാവട്ടെ, കമൽ സാറ്, എല്ലാം നമ്മളെ മുൻനിരയിലുള്ള എല്ലാ സംവിധായകരുടെ സിനിമയിലും എനിക്ക് ചെറുതെങ്കിലും നല്ല വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിനെ വിളിച്ച പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള വേഷം അവർക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് സുരഭിക്ക് പറ്റും എന്ന് പറഞ്ഞ് മനോജേട്ടന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞു കൊണ്ടുതന്നെ. അല്ലാണ്ട് നമ്മൾ ലൊക്കേഷനിൽ എത്തുമ്പോൾ അല്ലേ 2-3 പേജ് തരും, അവിടുന്ന് അസോസിയേറ്റ് നമുക്ക് പറഞ്ഞുതരും, പിന്നെ ഡയറക്ടർ അടുത്തെത്തുമ്പോൾ ഒന്ന് വിശദാന്ത കുറച്ച് സീനിന്റെ 1 ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വായിച്ചു നോക്കി അങ്ങനെ തിരുവനന്തപുരത്ത് 15 ദിവസത്തെ ഷൂട്ടാണ്, 12 ദിവസം എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി അഭിനയിച്ചുകൊണ്ട്. അപ്പോൾ അന്ന് എൻ്റെ തലേന്ന് അവർ വന്നിട്ട് പറഞ്ഞു, കോഴിക്കോടൻ സ്ലാങ് വേണ്ട, നിങ്ങൾ വേറെ ഏത് പിടിച്ചാലും കുഴപ്പമില്ല. ഇനി സുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയപ്പം അത് ഞങ്ങളുടെ സെറ്റിൽ വെച്ചൊന്ന് ആഘോഷിച്ചു. അതിന്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡിലെ ഏറ്റവും നല്ല 2ാമത്തെ നടിക്കുള്ള അവാർഡ് വന്നിരിക്കും. അങ്ങനെ എത്ര ബിരിയാണി കൊടുത്തത്
ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും സുരഭി സെറ്റിൽ ചെലവ് കേട്ടോ. മട്ടൻ ബിരിയാണിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇതുകൊണ്ട് ചെയ്യുന്നല്ലോ, അല്ല അതൊക്കെ MAT മൂസയുടെ സെറ്റിലെ ഏറ്റവും വലിയൊരു വിശേഷം. ഞാൻ തന്നില്ലേ ഒരുപാട് തവണ. അപ്പം അങ്ങനെ പിന്നെ ക്രിട്ടിക്സ് അവാർഡ് വന്നു. അതിന്റെ അടുത്ത ദിവസമാണ് നമ്മുടെ സംസ്ഥാന അവാർഡ്. പ്രത്യേക പരാമർശം. ഇത് പ്രത്യേക പരാമർശമായി പോയോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടു. ഇപ്പൊ പരാമർശത്തിനൊന്നും അല്ലല്ലോ, സുരഭിക്ക് ശരിക്കും സാധ്യത ഉണ്ടല്ലോ. അപ്പോഴും ഞാൻ സുരഭിയോട് പറഞ്ഞു, പത്തുവോ നോയിക്കോ, ഇത് ദേശീയത്തിലേ നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ മലയാള സിനിമയിൽ നിലനിർത്തണേ എന്നുള്ള അപേക്ഷയാണ് മലയാള സിനിമ പ്രവർത്തകരോട് പ്രേക്ഷകരോടും ഉള്ള എൻ്റെ ഇത്. ഒരു നായികയായിട്ടല്ല, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്. അവരൊരു ഇനിയിപ്പോ നായിക ഇടയ്ക്കൊക്കെ ആവണം. നായികയായിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും പ്രശസ്തരായ പല സംവിധായകർക്കും സുരഭിയെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞങ്ങൾ അമ്മയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അമ്മയിലെ മെമ്പർഷിപ്പ് എടുത്ത് അമ്മയിലെ ആദ്യത്തെ മീറ്റിങ്ങിന് ചെന്നപ്പം തറവാട്ടിലേക്കൊക്കെ ഓണത്തിനൊക്കെ കയറി ചെന്ന പോലെയാണ് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. വേണ്ടേ, എല്ലാവരും നമ്മളെ വന്ന് അഭിനന്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇത്തവണത്തെ മീറ്റിങ്ങിന് ചെല്ലുമ്പം സുരഭി ഒന്നുകൂടി അവിടുത്തെ പ്രിയ താരമായിട്ട് മാറും, അത് ഉറപ്പാണ്. അതെ, ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് MAT മൂസയും പാത്തും ആയിരുന്നു ഞങ്ങൾ. ഇപ്പം അതല്ലാത്ത രീതിയിൽ അതിനെ ശ്രദ്ധിക്കുകയും ആളുകൾ അവർ നല്ല എന്തെങ്കിലും അല്ലേ അതിനപ്പുറത്തേക്കൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല നല്ല വേഷങ്ങളൊക്കെ തന്ന് ഞങ്ങളെ സിനിമയിലും ഈ ഒരു മാധ്യമ അല്ലേ ലോകത്ത് മാധ്യമ രംഗത്ത് ഞങ്ങളെ നിലനിർത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിനോടും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും നിങ്ങളോട് ഓരോരുത്തരോടും. പണ്ട് സെറ്റിൽ വെച്ചിട്ട് സുരഭി ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കിയായിരുന്നു. എനിക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമിന് ഒരു ദേശീയ അംഗീകാരം കിട്ടിയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും തെറ്റ് പോകുമ്പോൾ ഡയറക്ടർ എന്തെങ്കിലും പറയുമ്പോൾ സുരഭി ഞമ്മക്ക് ദേശീയ അവാർഡൊന്നും കിട്ടിയില്ലേ എന്ന് പറയും. ഇനിയിപ്പം ഞാൻ പറയേണ്ട ഒരു അവസ്ഥയാണ്. ഇതാണെങ്കിൽ കിട്ടിയത് ഒറിജിനലും, നമുക്ക് ഷോർട്ട് ഫിലിമിനല്ലേ കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മളത് പറയേണ്ടി വരും. ഏതായാലും മീഡിയ വണിനോട് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്. എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു മീഡിയ വണിനോട്. ഞങ്ങളാക്കിയ മീഡിയ വണിനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ സുരഭി ലക്ഷ്മിക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പത്തു അപ്പം എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താ അറിയോ, ഞാൻ പറഞ്ഞ നമ്മളെ MAT മൂസയിൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്ന കാര്യമാണ്, ഈ ലോകം വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകലിന്റെ കൂടെ കലികാലം, കണ്ടാലൊരു കോലം, ഇടിവെട്ടി തിളങ്ങുന്ന നേരം, പിന്നാസുഗീറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം, അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവളെ മൈറ്റി പാത്തു, ഇവളെ മൈറ്റി പാത്തു, ഇവളെ മൈറ്റി പാത്തു.